അങ്ങനെ ഫൈനലി മലേഷ്യയിൽ നിന്ന് ബാലിയിലേക്ക് എത്തിയ എക്സൈറ്റ്മെൻറ്റിലാണ് വൈഫ്. പൊതുവെ ഫ്ലൈറ്റിൽ ഞാൻ കിടന്നുറങ്ങാറില്ല, പക്ഷേ ഇത്തവണ പണി ഇച്ചിരി കൂടുതലായതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേ വരെ പണിയെടുത്തിട്ടാണ് ബാലിക്ക് ഞങ്ങൾ യാത്ര തിരിച്ചത്. ഫ്ലൈറ്റ് ബാലി തീരത്തിനോട് അടുക്കുമ്പോൾ നമുക്ക് കുറേ ഐലൻഡ്സും കാര്യങ്ങളൊക്കെ കാണാം. അതിനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള അടിപൊളി റോഡുകളും നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ ഐഗസ്തോ ഡെൻപാസർ എയർപോർട്ടിൽ ഞങ്ങൾ ഇറങ്ങി. ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ കൾച്ചറൽ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ എയർപോർട്ട് മനോഹരമാക്കുന്നത്. ഇത് കൂടുതലും ബീച്ച് തീമിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ബാലി എയർപോർട്ടിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഓട്ടോ ഗേറ്റ് എമിഗ്രേഷനാണ്. അതായത് AI വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. ഇത് ഈ പാസ്പോർട്ട് ഉള്ളവർക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ പൊതുവെ ഈ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഒരു 2 മണിക്കൂർ ക്യൂവിൽ നിൽക്കേണ്ടതായിട്ട് വരും. ഇമിഗ്രേഷനൊക്കെ പൂർത്തിയാക്കി ഞങ്ങൾ ഒരു ഗോ ചെക്ക് ടാക്സിയും പിടിച്ച് ഉബുദിലേക്ക് യാത്ര തുടർന്നു. 2 ദിവസം നമ്മൾ ഉബുദിലെ കാര്യങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. സ്റ്റേ ഒക്കെ കണ്ടുപിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നേരമൊന്ന് ഇരുട്ടി. നടന്നു പോകുന്ന വഴിയിൽ എന്തോ നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടു. എന്താണ് എന്ന് നോക്കാൻ അവിടെ കയറി. സംഭവം പോർക്ക് സാത്തേ എന്നാണ് പറയുന്നത്. ഈ പേര് വളരെ പരിചിതമായിട്ട് കേട്ടിട്ടുണ്ട്. പല പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും ഈ പേര് ഞാൻ വായിച്ചിട്ടുമുണ്ട്, ഈ സംഭവം കഴിച്ചിട്ടുമുണ്ട്. എന്നാൽ ഓത്തൻറ്റിക് ആയിട്ടുള്ള ഇന്തോനേഷ്യൻ രീതിയിലുള്ള പോർക്ക് സാത്തേ എന്താണെന്ന് അറിയാൻ ഒരു ആകാംക്ഷ തോന്നി. വന്ന് ഒരു പ്ലേറ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ സംഭവം അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മുൻപ് സാത്തേ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരം അടിപൊളിയായിട്ടുള്ള പോർക്ക് സാത്തേ ഇതാദ്യമായിട്ടാണ്. 2ഉം 3ഉം പ്ലേറ്റ് കഴിച്ച് നേരെ ബബിൾ ടീ കുടിക്കാനായിട്ട് കയറി. ഇൻ്റർനാഷണൽ ട്രിപ്പിൽ ഞങ്ങളുടെ സ്ഥിരം സംഭവമാണ് ബബിൾ ടീ. നമ്മളുടെ നാട്ടിലുണ്ടെങ്കിലും വില കൂടുതലും പിന്നെ ഇത്രയും ടേസ്റ്റും കിട്ടാറില്ല. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. ഇഷ്ടമുള്ളവർക്ക്